നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. എറണാകുളം ജില്ലയിൽ പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഈ പ്രോഗ്രാം ഒക്കെ വരുന്നത്. അവരാണ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലൂടെ പല സ്ഥലങ്ങളിലും ഡ്രൈവ് ചെയ്തു. പല തിരക്കുള്ള റോഡുകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് നോക്കി. എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ഡ്രൈവർമാരെ മാത്രമല്ല ബോധവൽക്കരിക്കേണ്ടത് റോഡിലൂടെ നടന്നു പോകുന്ന മറ്റുള്ള കാൽനട യാത്രക്കാരെ കൂടിയാണ്. നമ്മൾ പലപ്പോഴും അവരുടെ കാര്യം ശ്രദ്ധിക്കാറില്ല. നമ്മളെപ്പോഴും പൊതുവേ പറയാറുള്ളത് ഡ്രൈവേഴ്സിനെ പറ്റിയിട്ടാണ്. ഡ്രൈവേഴ്സ് നന്നായി വണ്ടി ഓടിക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കാൽനട യാത്രക്കാർ എറണാകുളം ജില്ലയിൽ നടക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് നോക്കണം. ഇത് എറണാകുളം മാത്രമല്ല കേട്ടോ, പല ജില്ലകളിൽ ഇങ്ങനെ തന്നെയാണ്. പലരും വളരെ അശ്രദ്ധമായിട്ടാണ് റോഡിലൂടെ നടക്കുന്നത്. ചിലർ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടാൽ തോന്നും എന്താണ് ഇത്ര തിരക്ക് എന്ന് തോന്നും. ജീവൻ പണയം വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എറണാകുളം ജില്ലയിൽ. ചില ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്ന കണ്ടാൽ തോന്നും ഇപ്പൊ തട്ടി താഴെ വീണൂന്ന്. ബസിന്റെ മുമ്പിലൂടെയൊക്കെ വരവ് കണ്ടാല് പേടിച്ചു പോകും ശരിക്കും. അങ്ങനെയുള്ള സമയത്ത്, ഇങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും കാർ ഡ്രൈവർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് ഡ്രൈവർമാർ സഡൻ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഡൻ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് തൊട്ട് പിന്നിലുള്ള വാഹനം ചിലപ്പോൾ ആ വാഹനത്തിനെ ഇടിച്ചു എന്ന് വരാം. അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ് ശരിക്കും? ഇങ്ങനെ കാൽനട യാത്രക്കാരാണ്. ഇങ്ങനെ അശ്രദ്ധമായിട്ട് പോകുന്ന കാൽനട യാത്രക്കാരാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന കാൽനട യാത്രക്കാരെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇവരെ ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, പലർക്കും ഡ്രൈവിംഗ് അറിയുന്നുണ്ടാവില്ല. വീട്ടമ്മമാരുടെ കേസ് പറയാം. ചില ആളുകൾക്കൊന്നും ഡ്രൈവിംഗ് അറിയുന്നുണ്ടാവില്ല. അല്ലെ ചിലപ്പോൾ വയസ്സായ ആളുകൾ ഉണ്ടാവും, അവർക്ക് ഡ്രൈവിംഗ് അറിയുന്നുണ്ടാവില്ല. ഇത്തരം ആളുകൾ റോഡിലൂടെ നടക്കുന്നത് വളരെ അശ്രദ്ധമായിട്ടാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അവർക്ക് അപകടമുണ്ടാവാം. അവർക്ക് മാത്രമല്ല, മറ്റുള്ള വാഹനങ്ങൾക്കും ചിലപ്പോൾ അപകടമുണ്ടാവാം. എങ്ങനെ? ഇതേപോലെയുള്ള ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാവാം. ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തവരാണ് അധികവും ഇങ്ങനെ അലക്ഷ്യമായിട്ട് റോഡിലൂടെ നടക്കുന്നത്. അത് കൂടാതെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ പറ്റിയിട്ടാണ്. സ്കൂൾ കുട്ടികൾ റോഡിലൂടെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ടെൻഷനായി പോകും. 3 കുട്ടികൾ നടക്കുന്നുണ്ടെങ്കിൽ അവർ 3 പേരും ഇങ്ങനെയാണ് നടന്നു പോവുക. ഒരാള് റോഡ് സൈഡിൽ ഉണ്ടാവും, മറ്റു 2 ആള് റോഡിലുണ്ടാവും. എന്നാൽ ഒരാൾക്ക് പിറകെ ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനു പകരം നിരനിരയായി നടന്നു പോകുന്ന കുട്ടികളെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ വേണമെങ്കിൽ മാറിപ്പോയിക്കോളൂ എന്ന ഭാവത്തിലാണ് പല കുട്ടികളും. ചില റോഡിലെ നടക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ഒന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ മാറി പോയിക്കോളൂ ചേട്ടാ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നെ തട്ടാതെ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന രീതിയാണ് പലർക്കും. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിന് ഡ്രൈവർ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിന്ന് വരാം. ആരുടെ ബോഡിക്കാണ് തട്ടുന്നത്? ആരാണ് ഹോസ്പിറ്റലാവുക? ആരുടെ ശരീരമാണ് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് റോഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി റോഡിൽ നടക്കും. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽനട യാത്രക്കാരെ കൂടി ബോധവൽക്കരിക്കാനുള്ള പരിപാടികൾ വേണം. അതേപോലെ തന്നെ സ്കൂൾ കുട്ടികളെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് നാളെ വലിയ ഡ്രൈവർമാരൊക്കെ ആയി മാറേണ്ടത്, അല്ലെ? ഭാവിയിലെ ഡ്രൈവർമാർ അവരൊക്കെയാണ്. അപ്പൊ അവർക്ക് ഇപ്പോഴേ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അത്തരം പ്രോഗ്രാം കൂടെ കണ്ടക്ട് ചെയ്യാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം എല്ലാ ജില്ലകളിലും സൃഷ്ടിക്കും. എറണാകുളത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും സൃഷ്ടിക്കും. ഇതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ക്രോസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം പറഞ്ഞത്. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യം ഡ്രൈവിങ്ങിന്റെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള കമന്റുകൾ എനിക്ക് വന്നിരുന്നു. ഞാൻ എഞ്ചിനീയർ ജോബ് വിട്ടിട്ടാണ് വ്ളോഗ് ഒരു പാഷനായിട്ട് എടുത്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചു, തപാലിലൂടെ നീന്തൽ പഠിപ്പിക്കുന്ന പോലെയാണോ നിങ്ങൾ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ആളുകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് എന്ന്.
പിന്നീട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കുറെ വ്ളോഗുകൾ ചെയ്തു. അപ്പോൾ കുറെ ആളുകൾ ഈ വ്ളോഗ് കണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നീട് കമന്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുമ്പോൾ ആദ്യം കമന്റ് ചെയ്യുന്ന ആളുകൾ പതിയെ നിർത്തി. തപാലിലൂടെയും നീന്തൽ പഠിക്കാമെന്ന് അവർക്ക് മനസ്സിലായി എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലർക്കൊന്നും സഹിച്ചില്ല. പിന്നീട് അവർ കമന്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയോ, നിങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗിലൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മാത്രമേ കഴിയൂ, നേരിട്ടൊന്ന് പഠിപ്പിച്ച് നോക്കൂ, അപ്പൊ കാണാമല്ലോ, വിഷയം കാണാമല്ലോ, എങ്ങനെയുണ്ട് എന്ന് അപ്പം അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗിലൂടെ ഇങ്ങനെ പറയാനൊക്കെ പറ്റും എന്ന് പറഞ്ഞൊരു വെല്ലുവിളി രൂപത്തിലാണ് പലരും പിന്നീട് കമന്റ് ചെയ്തത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്തായാലും വ്ളോഗ് മാത്രമല്ല, ഇവരെയൊക്കെ നേരിട്ടൊന്ന് പഠിപ്പിക്കാൻ ട്രൈ ചെയ്താലോ എന്ന്. അങ്ങനെ ലൈസൻസ് ഉള്ള കുറെ ആളുകളുണ്ട്, വണ്ടി എടുക്കാൻ പേടിയുള്ള, അവർക്ക് ഞാനൊരു പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പേരിൽ പിന്നെ ഞാനിപ്പോൾ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്തു. ഏകദേശം 800ഓളം ആളുകൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വളരെ നന്നായിട്ട് ഇപ്പോൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്. പലതരത്തിലുള്ള പേടിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ റോഡിലൂടെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കമന്റ് ചെയ്ത ആളുകളൊക്കെ എവിടെ പോയി ആവോ, ഇവരൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ വെല്ലുവിളികൾ എന്നോട് വേണ്ട. അങ്ങനെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയ കൂടുതൽ ചിന്തകളൊക്കെ വരും. ഞാനിങ്ങനെ മാറി വരും. അപ്പോൾ വെല്ലുവിളിച്ച് എന്നെ സൈഡാക്കാനൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടൊന്നും എന്നെ സൈഡാക്കാൻ നോക്കണ്ട. ഞാൻ പുതിയ ആശയങ്ങളുമായിട്ട് ഇങ്ങനെ വരും, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ വ്ളോഗ് ഒരു പാഷനായി എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. എഞ്ചിനീയർ ജോബ് വിട്ടിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശമൊക്കെ എനിക്ക് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെയാണ്, ആഗ്രഹിച്ച ലൈഫാണ് എനിക്കുള്ളത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ ശാന്തമായിട്ട് വളരെ കൂളായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ കൂടെ വരുന്ന പല ആളുകളും, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുക്കുന്ന പല ആളുകളും പറയാറുണ്ട്, എൻ്റെ കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന്. എന്താണെന്നറിയില്ല, ചിലർക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടു. വളരെ സന്തോഷം. ഞാൻ എപ്പോഴും അവരെയൊക്കെ ശാന്തമാക്കാനാണ് ശ്രമിക്കാറുള്ളത്. എൻ്റെ കൂടെ വരുന്ന ആളുകളുടെ മനസ്സ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ അതൊക്കെ മാറ്റി അവരെ വളരെ ശാന്തമാക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആവാം എൻ്റെ കൂടെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നത്. വളരെ കൂളായിട്ട് അവർ പിന്നീട് ഡ്രൈവ് ചെയ്യുന്നതും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകളൊക്കെ കമന്റ് ഇട്ട് കണ്ടു, നിങ്ങൾ സുന്ദരിമാരെ മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയുള്ളൂ എന്ന്. എൻ്റെ സുഹൃത്തുക്കളെ, എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ സുന്ദരിമാരായത് എൻ്റെ കുറ്റം കൊണ്ടാണോ? നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ഡ്രൈവിംഗ് പേടി. അതുകൊണ്ടാണ് അവരൊക്കെ എന്നെ വിളിക്കുന്നത്. ഇനി സൗന്ദര്യത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും സുന്ദരിമാരും സുന്ദരന്മാരൊക്കെയാണ്. അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. അതിനുള്ള കണ്ണ് നിങ്ങൾക്ക് വേണം. ആസ്വദിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ തോന്നും, പറഞ്ഞ പോലെയൊക്കെ പലരോടും പറയാനൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഒന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്നൊക്കെ തോന്നും. അതേ സമയത്ത് നിങ്ങൾ നല്ല ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന് പോയി കണ്ണാടി നോക്കൂ. ഈ ലോകത്ത് ഏറ്റവും മോശം വിരൂപനായ ആൾ ഞാനാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നമ്മളുടെ മനസ്സാണ്. മനസ്സ് നല്ല സന്തോഷമുണ്ടെങ്കിൽ കാണുന്നതൊക്കെ നല്ലതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഞാൻ വളരെ സുന്ദരനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ സുന്ദരിയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സ് കൂളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് പുറകെ പോവുക. ഞാൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ക്ലാസ്സുകളിൽ ആർക്കെങ്കിലും ഒക്കെ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാനിവിടെ പറയുകയാണ്, 9400600735. എന്തായാലും ഈ ഒരു വ്ളോഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല നീക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.